എറണാകുളം കൂത്താട്ടുകുളം നഗരസഭയിൽ LDFന് ഭരണം നഷ്ടമായി. ചെയർമാനും വൈസ് ചെയർമാനുമെതിരെ UDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പാസ്സായി. CPM വിമത കലാരാജു UDFനെ പിന്തുണച്ചു. കലാരാജുവിന്റെ വോട്ട് അസാധുവാക്കണമെന്ന് ആവശ്യപ്പെട്ട് LDF കൗൺസിലർമാരുടെ ആവശ്യം വരണാധികാരി പിന്നീട് തള്ളി. അത്യന്തം നാടകീയമായി ആരംഭിച്ച കൂത്താട്ടുകുളം നഗരസഭയിലെ സംഭവ വികാസങ്ങൾക്ക് നാടകീയമായി തന്നെ അന്ത്യം. ജനുവരി മാസം അവിശ്വാസ പ്രമേയത്തെ തുടർന്ന് തുടങ്ങിയ സംഭവ വികാസങ്ങൾക്ക് 6 മാസത്തിനിപ്പുറം മറ്റൊരു അവിശ്വാസ പ്രമേയത്തിലൂടെ LDFന് ഭരണം നഷ്ടമായി. 25 ഭരണസമിതി അംഗങ്ങളിൽ LDF വിമതയും സ്വതന്ത്രനും ഒരുമിച്ച് നിന്നതോടെ 13 വോട്ടുകൾ നേടി അവിശ്വാസ പ്രമേയം പാസ്സാവുകയായിരുന്നു. 6 മാസങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവങ്ങൾക്ക് മധുര പ്രതികാരമെന്നായിരുന്നു കലാരാജുവിന്റെ പ്രതികരണം. ഇതിന് മറുപടി കൊടുത്തില്ലെങ്കിൽ ഞാൻ പിന്നെ ഈ ഒരു സ്ത്രീയായിട്ട് ജീവിക്കുന്നതിൽ ഒരർത്ഥവും ഇല്ലെന്നേ ഞാൻ പറയുള്ളൂ. എന്നാൽ ഉച്ചയ്ക്ക് ശേഷം നടന്ന വൈസ് ചെയർമാൻ തിരഞ്ഞെടുപ്പിൽ സംഭവങ്ങളിൽ ചെറിയൊരു ട്വിസ്റ്റ്. LDF അംഗങ്ങൾ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നപ്പോൾ UDFന് അനുകൂലമായി വോട്ട് ചെയ്ത കലാരാജുവിന്റെ വോട്ട് അസാധുവാക്കണം എന്നായിരുന്നു ആവശ്യമുയർന്നത്. വോട്ട് രേഖപ്പെടുത്തിയതിലെ പാകപ്പിഴ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് LDF ഈ ആവശ്യം മുന്നോട്ട് വച്ചത്. എന്നാൽ ഉദ്ദേശശുദ്ധിയെ മാനിച്ച് വോട്ട് അംഗീകരിക്കുകയാണ് എന്ന് വരണാധികാരി തീരുമാനമെടുത്തു. ഇന്റൻഷൻ ഓഫ് ദി വോട്ടർ അത് ക്ലിയർ ആയിരുന്നു. ഇന്റൻഷൻ ഓഫ് ദി വോട്ടർ ക്ലിയർ ആയതുകൊണ്ടാണ് അത് സാധുവായിട്ട് അംഗീകരിച്ചത്. അവിശ്വാസം പ്രമേയം പാസ്സായി. തൊട്ടു പിന്നാലെ UDF ജയം ആഘോഷിച്ച് ആഹ്ലാദ പ്രകടനവും നടത്തി. ജനാധിപത്യത്തിലെ ഞങ്ങളുടെ വിജയം അംഗീകരിക്കാൻ അവസാന നിമിഷവും കഴിയില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അവർ റിട്ടേണിംഗ് ഓഫീസറെ കരാവ് ചെയ്യുകയാണ്. ഏതായാലും അവിശ്വാസ പ്രമേയം വിജയിച്ചതായി പ്രഖ്യാപിച്ചു. പ്രഖ്യാപനം നടന്നു കഴിഞ്ഞു. എന്നാൽ വരണാധികാരി UDFനൊപ്പം നിന്നു എന്നാരോപിച്ച LDF പ്രതിഷേധവും ആരംഭിച്ചു. ഇതിനകത്ത് എന്ത് ന്യായമാണുള്ളത്? എന്ത് ന്യായമുണ്ട്? റിട്ടേണിംഗ് ഓഫീസർ കോൺഗ്രസിന് വേണ്ടി ദാസ്യവേല ചെയ്യുകയാണ്. പ്രതിഷേധവുമായി കൗൺസിൽ ഹാളിൽ കുത്തിയിരുന്ന അംഗങ്ങളെ പോലീസ് ബലം പ്രയോഗിച്ച് പിന്തിരിപ്പിച്ചു. തുടർന്ന് നഗരത്തിൽ LDFന്റെ പ്രതിഷേധ യോഗം. തദ്ദേശ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ കൂത്താട്ടുകുളം നഗരസഭയിൽ ഭരണസമിതി തിരഞ്ഞെടുപ്പ് ഇനിയും നടത്തേണ്ടി വരും. 24 കൂത്താട്ടുകുളം.